അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ട്, ഉത്തരവാദിത്വമില്ലാത്ത റോഡ് മെയിൻ്റനൻസ് കൊണ്ട് എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി അത് മാറുന്നു. 4 കുഞ്ഞുങ്ങളുടെയും മൃതശരീരങ്ങൾ ചില്ലിട്ട പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ഭാഗത്ത് 4 ഖബറിടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. മദ്രസ മുതൽ LP സ്കൂളിലും UP സ്കൂളിലും ഹൈസ്കൂളിലും ഒരുമിച്ച് നടന്നവർ, അവധിക്കാലങ്ങളിൽ ഒരുമിച്ച് കളിച്ചവർ, ഇടവേളകളിൽ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞവർ, ഒരുമിച്ച് മിഠായി വാങ്ങാൻ പോയവർ, ഒരുമിച്ച് പരീക്ഷ എഴുതാൻ പോയവർ, ആശങ്കകളും സന്തോഷങ്ങളും പങ്കുവച്ച മനുഷ്യർ, ഒന്ന് അവധി കിട്ടിയാൽ പരസ്പരം തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോയി രുചിക്കൂട്ടുകൾ പങ്കുവയ്ക്കുന്നവർ, അവർ ഒരുമിച്ചൊരു യാത്രയ്ക്കൊരുങ്ങുകയാണ്. ആ യാത്രയുടെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ജുമാ മസ്ജിദിൽ ഒരുങ്ങുന്ന ഖബറിടം, 4 പേർക്കുമുള്ള ഖബറിടം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളാണ്, 13 വയസ്സാണ്, ജീവിതത്തിലേക്ക് പിച്ചുവെച്ച് തുടങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഒരു നാടിൻ്റെ പൂമ്പാറ്റകളായിരുന്നു അവർ. ആ നാടിനെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന, അത്രത്തോളം സ്നേഹിച്ചിരുന്ന കുഞ്ഞുങ്ങൾ. അവർ ഇപ്പോഴും മടങ്ങിപ്പോയി എന്നുള്ളത്, അവരിപ്പോഴും ജീവനോടെ ഇല്ല എന്ന് വിശ്വസിക്കാൻ പോലും കഴിയാത്ത സഹപാഠികളും ബന്ധുക്കളും നാട്ടുകാരും അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പുലർച്ചെ 5 മണി മുതൽ റിപ്പോർട്ടർ TVയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങളും നമ്മളോട് പറയുന്നത് ഈ അനാസ്ഥയുടെ രക്തസാക്ഷികളായ ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ്. നോക്കൂ, ഖബറിടങ്ങൾ 5 പേർക്കുമുള്ള യാത്രയ്ക്കുള്ള ഖബറിടങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഉള്ളുലഞ്ഞ നാട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യാത്ര നൽകുകയാണ്. ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, ഒരിക്കൽ പോലും കാണാത്ത മനുഷ്യരുണ്ട്, ഇവരെ തൊട്ടറിഞ്ഞ മനുഷ്യരും കണ്ടറിഞ്ഞ മനുഷ്യരും, ഇവർക്കൊപ്പം കളിച്ചിരി തമാശകൾ പങ്കിട്ട സഹപാഠികളുമുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, തങ്ങളുടെ പിഞ്ചോമനകളുടെ അതേ പ്രായമുള്ള കുഞ്ഞുങ്ങൾ, യൂണിഫോമിലിട്ട വിവിധ സ്കൂളുകളിൽ നിന്നായി എത്തിച്ചേരുന്ന കുട്ടികളുണ്ട്, കൂട്ടുകാരികളായ ഇവരെ കണ്ട് മുഖം പൊത്തിക്കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹൃദയെന്നും നിതയെന്നും ഇർഫാനെന്നും ഐഷയെന്നും വിളിച്ചു കരഞ്ഞ കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു. അവരുടെ രക്ഷിതാക്കൾ പൊട്ടിക്കരയുന്നത് കണ്ടു. ചിലർ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് കണ്ടു. ഈ ദൃശ്യങ്ങളെല്ലാം നമ്മുടെ കരളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇനി ഏകദേശം 20 മിനിറ്റ് മാത്രം സമയമാണ് പൊതുദർശനം ഇവിടെയുണ്ടാവുക. വെള്ളിയാഴ്ച ആയതുകൊണ്ടും ജുമാ നമസ്കാരം ഉള്ളതുകൊണ്ടും 12:30 മുമ്പ് ചടങ്ങുകൾ പൂർത്തിയാക്കണം. ജുമാ മസ്ജിദിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഈ 4 കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരങ്ങൾ കൊണ്ടുപോകും. അവിടെ ദിക്റുകൾ ചൊല്ലി ഖബറടക്കും. ആ ചടങ്ങുകൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നാടിൽ പൂമ്പാറ്റയായി പറന്നു നടന്നിരുന്ന കുഞ്ഞുങ്ങൾ, നാടിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം ഏറ്റുവാങ്ങിയ 4 കുഞ്ഞുങ്ങൾ, 1/2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ അയൽപക്കങ്ങൾ പങ്കിട്ട് സ്നേഹം പങ്കിട്ട് നടന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ചേതനയേറ്റ ശരീരങ്ങളായി ചില്ലുപേടകങ്ങളിൽ ഉറങ്ങുന്നത്. നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പയുണ്ട്, ഉപഷപ്പി അക്ബറുണ്ട്, അർജുൻ മട്ടന്നൂരുണ്ട്, ദീപക് മലയമ്മയുണ്ട്, സുനോജ് തോമസ് ഉണ്ട്. ആദ്യം അഷ്കർ അലിയിലേക്ക്. അഷ്കർ അലി, അല്പസമയത്തിനുള്ളിൽ 4 കുഞ്ഞുങ്ങളെയും ഖബറടക്കാനായി കൊണ്ടുപോകും. ഒരുമിച്ച് നടന്നവർ, ഒരുമിച്ച് യാത്രയാവുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ മന്ത്രി ആവർത്തിച്ചു പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കും, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഒരു സത്യക്ഷണിക്കലായി നിയമസഭയിൽ എത്തിച്ചതാണ് നമ്മുടെ MLA, കോങ്ങാട് MLA ശാന്തകുമാരി. അന്നൊന്നുണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട്.